ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലെ ക്വസ്റ്റ്യൻസും അതിന്റെ എന്താണ് ആൻസേഴ്സും കുറച്ച് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ 10 മാർക്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ ഏരിയ എന്ന് വരാം. ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് 18ലെ ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. അതായത് 18ലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 15 വരെയുള്ളതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The concept of freedom of trade and commerce mentioned in Indian Constitution is motivated from the experience of the following country. 18ലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് താഴെ പറയുന്ന ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരവും മാത്രം പഠിക്കുക എന്നുള്ളതല്ല. മറിച്ച് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ ഏതാണോ ആ ഏരിയ ആണ് പഠിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം അല്ലെ, എവിടെ നിന്നാണ് എന്നുള്ളത് അറിയില്ല, പോട്ടെ, ആ ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ എടുത്തു വെച്ച് കൃത്യമായി പഠിക്കണം. പ്രിയാമ്പിൾ ഏത് രാജ്യത്തിൽ നിന്ന് വന്നതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് രാജ്യത്തിൽ നിന്ന് ബോറോ ചെയ്തതാണ്? അതിൽ തന്നെ അമെൻമെന്റ് എന്ന പോർഷൻ എവിടെ നിന്ന് വന്നതാണ്? പ്രസിഡന്റിനെ സുപ്രീം കമാൻഡ് ഓഫ് ദ ഫോഴ്സസ്, ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൽ നിന്ന് വന്നതാണ്? അങ്ങനെ ആ ഏരിയ മുഴുവൻ പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനോടൊപ്പം മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കണം. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻ പഠിക്കുവാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് മിനിമം 100 ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ആസച്ച് പഠിക്കുക, അത് ശരി, അത് മനസ്സിലാക്കുക, അതിനോടൊപ്പം തന്നെ ആ ഒരു ഏരിയ പഠിക്കുക. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിനോടൊപ്പം സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് അതിന്റെ ഉത്തരം വരുന്നത്. അതായത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിട്ട് ഇസ് ഇഷ്യൂഡ് ടു എൻഫോഴ്സ് ദ പെർഫോമൻസ് ഓഫ് പബ്ലിക് ഡ്യൂട്ടീസ് ബൈ ദ അതോറിറ്റി? അതെന്ന് പറയുന്നത് ഏതാണ്? സ്വാഭാവികമായിട്ടും പബ്ലിക് ഡ്യൂട്ടി പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള റിട്ട് അത് ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ മാൻറ്റമസ് ആണ്. എൻഫോഴ്സ് ചെയ്യൂ എന്നാണ്, കമാൻഡ് എന്നുള്ള രീതിയിൽ. അപ്പം ഓരോ റിട്ടുകളും എന്തിന് ഇഷ്യൂ ചെയ്യുന്നു, ഏത് ആർട്ടിക്കിളിൽ പറയുന്നു, ഓരോ റിട്ടിന്റെയും പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ചിലപ്പോൾ നമുക്ക് ബെയർ ആക്ട് ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ മീൻസ് ഇപ്പൊ റിട്ട് നമുക്ക് കിട്ടും, പക്ഷെ ഈ സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ നമുക്ക് എവിടുന്ന് കിട്ടില്ല? റിട്ടിൽ നമ്മുടെ ബെയർ ആക്ടിൽ നിന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയ തറവായിട്ട് പഠിക്കണം. 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അമെൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്ന 42nd അമെൻമെന്റ്, 44th അമെൻമെന്റ്, അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ്സ് ഒക്കെ പഠിച്ചു വെക്കും. പക്ഷെ ഈ ഇടയായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ലാംഗ്വേജ് റിലേറ്റ് ചെയ്ത് വരുന്ന അമെൻമെന്റ്സിനെ കുറിച്ച് കൂടുതലായി ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിൽ 18ൽ നമ്മൾ കണ്ടൊരു ചോദ്യമാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്
എന്നത് പറയുന്ന അമെന്റ്മെന്റ്, അങ്ങനെ ഹിന്ദി ട്രാൻസ്ലേഷൻ വേണം എന്നുള്ള രീതിയിൽ അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് ഏത് അമെന്റ്മെന്റ് ആക്ട് വഴിയാണ്? അതൊക്കെ കാണാതെ പഠിക്കാതെ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ലാംഗ്വേജ് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള അമെന്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലാംഗ്വേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഇതൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം 58th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1987 ആണ്. എന്താണ് ഈ പറയുന്ന the 58th Amendment Act of 1987 made provision for an authoritative text of the Constitution in Hindi language and permitted its translation. Okay, അപ്പം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമ്മള് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതേപോലെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോർമലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും എടുത്തു വെക്കും ഏതൊക്കെ ഏരിയന്ന് വന്നിട്ടുള്ളത്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇടാനായിട്ട് ഇവരുടെ ആത്മാഭിമാനം സമ്മതിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണ്ട, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്കുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇടാം എന്ന് പറഞ്ഞു വരാം. റിട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അവർ കാണുന്നതെങ്കിൽ റിട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടാം. ഇനി അമെന്റ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഓക്കെ ലാംഗ്വേജ് ആണ് കിടക്കുന്നത്, ഇനി വേണ്ട ലാംഗ്വേജ് വേണ്ട, വേറെ ഏതെങ്കിലും അമെന്റ്മെന്റ് റിലേറ്റ്. അപ്പം അമെന്റ്മെന്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് ഏതൊക്കെ അമെന്റ്മെന്റ്സിനെ കുറിച്ച് സ്ഥിരമായി ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത്, which of the following constitutional amendment act was passed in the light of advisory opinion received in re Berbari case? In re Berbari union case എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. അപ്പൊ in re Berbari union case എന്ന് പറയുന്നത് നമ്മൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഇത് ഏത് in re Berbari union case അഡ്വൈസ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പാസ്സാക്കിയത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നിങ്ങൾ കണ്ടോ 18ലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ബെയർ ആക്ട് ഉണ്ടെങ്കിൽ പോലും ബെയർ ആക്ടിൽ എവിടെയെങ്കിലും ഒക്കെ കിടപ്പുണ്ടായിരിക്കും, ഇത് എവിടെയെങ്കിലും ഒക്കെ എന്നല്ല ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. പക്ഷെ ഇൻ re Berbari യൂണിയൻ കേസിൽ നിന്നാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ധാരണ ഉണ്ടാവണം. ഈ 18 മിക്ക കുട്ടികളും പാസ്സാവാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് ഇതിനകത്ത് ഒത്തിരി സമയമൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പലർക്കും അതിന്റെ ഉത്തരം എഴുതാൻ പറ്റാതായി പോയി എന്നുള്ളതാണ്. 1960ലാണ് വന്നത്. നമുക്കറിയാം 9th അമെന്റ്മെന്റ് ആക്ട് ആണ് ഇൻ re Berbari യൂണിയൻ കേസുമായി ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓരോ കേസുകളും അതായത് ഏതെങ്കിലും കേസുകൾക്ക് അമെന്റ്മെന്റ്സുമായിട്ട് റിലേഷൻ ഉണ്ടോ, ഏതൊക്കെ കേസുകൾക്കാണ് അമെന്റ്മെന്റ്സുമായിട്ട് ഇപ്പൊ മണ്ഡൽ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഏത് അമെന്റ്മെന്റുമായിട്ടാണ് ബന്ധമുള്ളത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് അമെന്റ്മെന്റിന് ഇപ്പം നമ്മൾ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമെന്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെ അമെന്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഏത് അമെന്റ്മെന്റിലാണ് അതെടുത്ത് കളഞ്ഞത്, അതിലെ കേസ് നമുക്കറിയാം. ഓരോ ഓരോ ടൈം ലൈൻ ആയിട്ടൊക്കെ കേസുകൾ വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കേശവാനന്ദ ഭാരതി എന്ന് മാത്രം പഠിക്കുന്ന ഒരു ഏരിയ അല്ല. അമെന്റ്മെന്റ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വെക്കണം അല്ലെ. ശങ്കരി പ്രസാദിന്റെ കേസ്, പിന്നെ സജ്ജൻ സിംഗിന്റെ കേസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ സി ഗോലഖ്നാഥിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റ് ഏതാണ്, പിന്നെ അത് ഏതൊക്കെ കേസുകൾ ഓവർ റൂൾ ചെയ്തു, പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഐ സി ഗോലഖ്നാഥിൽ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേശവാനന്ദ ഭാരതി വന്നു. കേശവാനന്ദ ഭാരതി എന്ത് ചെയ്തു, ഈ പറയുന്ന ഐ സി ഗോലഖ്നാഥിനെ ഓവർ റൂൾ ചെയ്തു. ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ ആണ്, ഡോക്ട്രിൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ബെയർ ആക്ടിൽ നിന്ന് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇത് ചെയ്ത് തന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം 2018 ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണെന്നുണ്ടെങ്കിലും 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 6 ക്വസ്റ്റ്യനും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റാത്ത, അതായത് ബെയർ ആക്ടിൽ നിന്നും എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു.
കൃത്യമായി അറിയാമെങ്കിൽ മാത്രം എഴുതാവുന്ന ഒരു രീതിയാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നോക്കൂ. അടുത്ത ഒരു ഏരിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് എല്ലാം അറിഞ്ഞിരിക്കുക, മാക്സിമം പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്താണ് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് ഇപ്പം ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ് ആണ്, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് പറയും. ഇൻ വിച്ച് ഓഫ് ദ following case it was held that there is no അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ ആൻസർ എന്ന് പറയുന്നത് 9th അമെൻഡ്മെന്റ് ആക്ട് ആണ്, ഇൻട്രി ബെർബാറി യൂണിയൻ കേസ് ആണ്. അപ്പൊ ഇൻട്രി ബെർബാറി യൂണിയൻ കേസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. അതിനെ കുറിച്ചൊക്കെ എടുത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്കൊരു എന്താണ് ഇതിട്ട് തരാണ്. അപ്പൊ എന്താണ് ഇൻട്രി ബെർബാറി യൂണിയൻ കേസ് എന്ന് പറയുന്ന ഒരു ബോർഡർ ഡിസ്പ്യൂട്ട് ആണ്. എന്താണ് ഈ നെഹ്റു നൂൺ എഗ്രിമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ആണ് അതിനകത്ത് വന്നത്. അതാണ് റിസോൾവ് ചെയ്തത് 9th അമെൻഡ്മെന്റിൽ. അപ്പൊ അതിനെ കുറിച്ചുള്ള ചരിത്രമൊക്കെ ഒന്ന് പഠിക്കാം. ഇപ്പൊ വൈകിയ വേളയിൽ കുത്തിയിരുന്ന് നമുക്കതൊന്നും പഠിക്കാൻ പറ്റില്ല, എങ്കിൽ പോലും ഇതൊക്കെയാണ് സംഭവം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഇതിലാണ് റിസർവേഷൻ in which of the following case it was held that there could be no reservation on single post in cadre. അതായത് കേഡർ സിസ്റ്റത്തിൽ റിസർവേഷൻ കൊടുക്കുന്ന സമയത്ത് സിംഗിൾ പോസ്റ്റിനായിട്ട് റിസർവേഷൻ കൊടുക്കാൻ പറ്റില്ല, മറിച്ച് മൾട്ടിപ്പിൾ പോസ്റ്റുകൾക്ക് മാത്രമേ റിസർവേഷൻ പോളിസീസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കേസ് ഏതാണ്? ചക്രാധർ പാസ്വാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസാണ്. ഇതില് സിംഗിൾ പോസ്റ്റിൽ ഒരു കേഡറിനകത്തുള്ള ഒരു സിംഗിൾ പോസ്റ്റിലേക്ക് മാത്രമായിട്ട് നമുക്ക് റിസർവേഷൻസ് കൊടുക്കാൻ പറ്റില്ല, അത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാളിറ്റിക്ക് എതിരാണ് എന്ന് പറഞ്ഞ കേസാണ്. അപ്പൊ ഇങ്ങനെ കേസുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ എഴുതി തന്നിരിക്കുന്ന ഓരോ കേസും എന്തിനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കണം. അതായത് ഈ കേസ് വസന്ത് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക, അത് നിങ്ങൾക്കുള്ള ജോലിയാണ്. സ്റ്റേറ്റ് ഓഫ് കർണാടക എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് NM തോമസ് എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് പഠിക്കണം. മാത്രമല്ല ഈ റിസർവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും നിങ്ങൾ തപ്പിപ്പിടിച്ച് എഴുതി വെക്കണം. മനസ്സിലായോ? കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ അതിന്റെ ആൻസർ വെച്ചിട്ട് ഒരെണ്ണമല്ല പഠിക്കേണ്ടത്, ആ ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്പർ 5 തന്നെയാണെങ്കിലും 4th അമെൻഡ്മെന്റ് ആക്ട് എന്തിനെ കുറിച്ചാണ്, 7th അമെൻഡ്മെന്റ് ആക്ട് എന്തിനെ കുറിച്ചാണ്, 11th അമെൻഡ്മെന്റ് ആക്ട് എന്തിനെ കുറിച്ചാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ വെയിറ്റിംഗ് എന്തുകൊണ്ട് ടഫായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു 6 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6ൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഇത്തരത്തിൽ നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതുന്നവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. ഇനി വേവ് 17 വന്നു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. നോക്കൂ, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗിവൺ അണ്ടർ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ്? നമുക്ക് നേരെ ബെയർ ആക്ട് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഉത്തരം എഴുതാൻ പറ്റും. അത് പാർട്ട് 3 ആണ്. ഏത് കൊച്ചിനെ വിളിച്ച് ചോദിച്ചാലും അറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ബെയർ ആക്ട് എടുക്കണം, എത്ര പാർട്സ് ഉണ്ടെന്ന് നോക്കണം, ആ പാർട്സ് എടുത്തിട്ട് പാർട്ട് 1ൽ എന്താണ് പറയുന്നത്? ഓക്കെ, പ്രിയാമ്പിൾ ആണ് ഫസ്റ്റ് കിടക്കുന്നത്. പാർട്ട് 1ൽ എന്ത് കിടക്കുന്നു അല്ലെ? പാർട്ട് 1ൽ എന്ത് കിടക്കുന്നു? എന്താണ് കിടക്കേണ്ടത്? ഓക്കെ, നമ്മൾ അതൊരു സിനിമ കഥ പോലെ ഓർത്തിരിക്കണമെന്നാ പറയുന്നത് കേട്ടോ. ഈ എന്താണ് നമ്മളൊരു സാധാരണഗതിയിൽ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സിനിമയായിട്ടും ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, ആമുഖം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ടീസർ ആയിട്ട് ഒക്കെ പരിഗണിക്കാന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ടീസർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ആ സിനിമയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെ ആകർഷിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പ്രിയാമ്പിളിൽ നമ്മൾ ഭരണഘടനയിൽ എന്തൊക്കെ മുഴുവനായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വളരെ ചുരുക്കത്തിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. ജസ്റ്റിസിനെ കുറിച്ച്, ഇക്വാളിറ്റിയെ കുറിച്ച്, ലിബർട്ടിയെ കുറിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഒരു ഇലോബറേറ്റഡ് വേർഷൻസ് ആണ് എവിടെ കിടക്കുന്നത്, നമ്മൾ ആ ഒരു ഫസ്റ്റ് ഏരിയയിൽ. പിന്നെ നെയിം ഓഫ് ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ് എന്തിനകത്ത് പറയുന്നത്, പാർട്ട് 1ൽ പറയുന്നത്. അത് ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ എന്ന് അറിയണം, ആർട്ടിക്കിൾ 1 to 4. ഓക്കെ, അങ്ങനെ അറിയണം. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ ഷെഡ്യൂൾ ഏതാണ്, ഫസ്റ്റ് ഷെഡ്യൂളിന് അതുമായിട്ട് ബന്ധമുണ്ട്, 4th ഷെഡ്യൂളിന് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം ഏതൊക്കെ ഷെഡ്യൂൾസ് ഏതൊക്കെ പാർട്ടായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി പാർട്ട് 2 വരുമ്പോൾ സിറ്റിസൺഷിപ്പ് ആണ്, ആർട്ടിക്കിൾ 5 to
5 to 11 അത് 5 to 11 അത് ഡീൽ ചെയ്യുന്നു. പിന്നെ പാർട്ട് 3 എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 12 to 35 35 വരെ 34 ആ ഒരു ഏരിയ അതൊന്ന് നിങ്ങൾ ഫിക്സ് ചെയ്തേക്ക് ഏതാന്നുള്ളത്. ഓക്കെ, അവിടെ പിന്നെ പാർട്ട് 4 വരുമ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പിന്നെ അത് കഴിഞ്ഞിട്ട് പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പൊ ഫസ്റ്റ് ഏരിയ അത്രയും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, എവിടെ തൊട്ട് എന്തൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുത്തു വെച്ചിട്ട് നോക്കാനും എളുപ്പമായിരിക്കും. ഓരോ ഷെഡ്യൂൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എപ്പോഴും സ്ഥിരമായി ചോദിച്ചിട്ടുള്ള ഷെഡ്യൂൾസ് ആണ് നമ്മുടെ 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോയുമായിട്ട്. അതായത് ഇപ്പൊ ഒരു പാർട്ടീനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇലക്ഷന് നിന്ന് ജയിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും നിങ്ങൾ കൂറുമാറ്റ നിരോധന നിയമം, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അമെന്റ്മെന്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ്, ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ പാർട്ട് 3 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് നോക്കി എഴുതാം. പക്ഷെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് കാരണം ആ ഒരു ഏരിയ കവർ ചെയ്ത് പോവുക. ഇനി അടുത്തത് പ്രിയാമ്പിളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതായത് ഇപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വിസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ നടത്തുമ്പോൾ സാധാരണ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പ്രിയാമ്പിൾ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം സോഴ്സസ് ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് നമ്മൾ പ്രിയാമ്പിൾ ആയിട്ടൊക്കെ മാറിയിട്ടുള്ളത്. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കാണുമ്പോൾ ഡ്രാഫ്റ്റ് എന്നൊക്കെ കാണുമ്പോൾ ഉടനെ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ത്വരയൊക്കെ നമുക്ക് വരും. പക്ഷെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ ശരിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ എന്താണ് ചെയർമാൻ ആയിരുന്നു, വളരെ കൃത്യമായി ഡ്രാഫ്റ്റിംഗിൽ ഇടപെട്ട ഇതാണ്. പക്ഷെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം അത് ജവഹർലാൽ നെഹ്റു ആണ് ഡ്രാഫ്റ്റ് ചെയ്തത്. അതാണ് നമ്മുടെ പ്രിയാമ്പിളിലേക്കൊക്കെ വഴിതെളിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തിടെയായിട്ട് എയ്ബില് വളരെ സീരിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ GST-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ. ഇത് നമുക്ക് ബെയറാക്റ്റിൽ നിന്ന് കിട്ടും. ഇത് 15th എക്സാമിലാണ് വന്നിട്ടുള്ളത്. 279A GST കൗൺസിൽ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി എഴുതി എടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഉത്തരം നമുക്ക് പ്രസിഡന്റ് ആണ് GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 279A അനുസരിച്ച് GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പൊ GST-യുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റ്, GST-യുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ്, വർഷം, അതിൽ ആർക്കൊക്കെ എന്തൊക്കെ റൂൾസ് ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കുക. GST-ന്ന് കൂടുതൽ ചോദ്യങ്ങൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എയ്ബ് 15-ല് കൂടുതൽ ചോദ്യം കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The concept of curative petition was introduced by Supreme Court of India in the case of. അപ്പോൾ നിങ്ങൾ ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്താണ് എന്നുള്ളത് അറിയാതെ ഇതിന് ഉത്തരം എഴുതാൻ പറ്റില്ല. എന്താണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്കറിയാം, നമുക്ക് സുപ്രീം കോടതി പോവാം. സുപ്രീം കോടതി ഇപ്പോൾ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ, ശരിയാണ്, അതൊക്കെ തന്നെയാണ് അർത്ഥം. പക്ഷെ ഇത് നമ്മളിപ്പം ഇന്ത്യൻ ഭരണഘടനയിലാണ് സുപ്രീം കോടതിയിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ, അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പല്ലറ്റ് ജൂറിസ്ഡിക്ഷൻ, റിറ്റ് ജൂറിസ്ഡിക്ഷൻ, പിന്നെ നമുക്ക് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഇതെല്ലാം എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടില്ല. മറിച്ച് ഇത് നമ്മുടെ സുപ്രീം കോടതി അവര് ഇന്റർപ്രറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്നുള്ളത്. എന്താണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്നാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അപ്പീൽ പോവാം, റിട്ട് പോകാം. ഏറ്റവും അവസാനത്തെ റിസോർട്ട് ആണ് നമുക്ക് റിവ്യൂ പെറ്റീഷൻ ആയിട്ട് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. അതായത് ആർട്ടിക്കിൾ 137-നകത്ത് നമുക്ക് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. റിവ്യൂ പെറ്റീഷൻ വരെ കഴിഞ്ഞ് അതിനകത്തൊരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി അന്തിമമാണ്. പിന്നെ നമുക്ക് അതിനകത്ത് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിൽ, ഏത് കേസിൽ? റൂബ അശോക് ഹൊറോ വേഴ്സസ് അശോക് ഹുറ എന്ന് പറഞ്ഞ കേസിൽ 2002 നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പറഞ്ഞു, റിവ്യൂ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് റിലീഫ് കിട്ടുമോ? ഈ കേസിൽ കോടതി പറഞ്ഞു അതിനെതിരെ റിലീഫ് കിട്ടും. പക്ഷെ എന്തുണ്ടാവണം? എന്ത് സാഹചര്യം ഉണ്ടാവണം? അതായത് ഈ ഒരു പെറ്റീഷൻ അംഗീകരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ
എന്തുണ്ടാവണം? അബ്യൂസ് ഓഫ് പ്രോസസ് അല്ലെങ്കിൽ ഗ്രോസ് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ക്യൂർ ചെയ്യാൻ. അതായത് ഇങ്ങനെ ഒരു വിധി കിടന്നാൽ നീതി നിഷേധമാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതി അതിന്റെ ഇൻഹറന്റ് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രോസസ്സിന്റെ അബ്യൂസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാം എന്നാണ് പറഞ്ഞത്? വീണ്ടും റിവ്യൂ പെറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്നുള്ള രീതിയിൽ പരിഗണിക്കാം. അപ്പൊ ഒരു ലാസ്റ്റ് ചാൻസ് ആണ് നമുക്ക് സുപ്രീം കോടതി. ഇപ്പൊ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിവ്യൂ പെറ്റീഷൻ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷനകത്ത് പറയുന്നുള്ളൂ. പക്ഷേ ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി തന്നെ അവരുടെ ഇന്റർപ്രിട്ടേഷൻ, അതായത് റിവ്യൂ പെറ്റീഷന്റെ ഏരിയയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്തി, ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിവ്യൂ പെറ്റീഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി ഈ കേസിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് എയ്ബ് 14 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിൽ വന്നിട്ടുള്ള പുതിയ പുതിയ കൺസെപ്റ്റ്, ഇപ്പൊ ഷീല ബാഴ്സ് എന്തിനാ റിലേറ്റ് ചെയ്തെന്ന്, കുട്ടികളുടെ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് MC മെത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒത്തിരി കേസുകളുണ്ട്. അതിൽ ഏതൊക്കെ കേസുകൾ എന്തിനെ കുറിച്ച് പറയുന്നു എന്നൊക്കെ അറിയാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊരു എന്താണ്, ഞാൻ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത 10 ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അതിൽ ഈ എയ്ബ് 14 ഒക്കെ സംബന്ധിച്ച് നമുക്ക് മിക്ക ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് എന്നൊക്കെ തന്നെ എഴുതി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉള്ളവർക്കൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഈ 18 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്തുമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോവുക. നമുക്ക് എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സായേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്തൊക്കെ ടോപ്പിക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത. സ്വാഭാവികമായിട്ടും വേറെ ആക്ട് എടുത്ത് വെച്ചിട്ട് എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, ഓരോ ഏറ്റവും അവസാനം കിടക്കുന്ന 395 395 ആർട്ടിക്കിൾ വരെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോകണം. ഓരോ പാർട്സും ഏതാണെന്ന് അറിയണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് എല്ലാം നോക്കി വെക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് വന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയാം. GST കൊണ്ടുവന്ന അമെന്റ്മെന്റ്, പിന്നെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള അമെന്റ്മെന്റ്സ്, റിസർവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റ്സ്, പിന്നെ ഏതാണ് നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിന്, അത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോയുമായിട്ടൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഏരിയ ആണ്, അങ്ങനെയുള്ള അമെന്റ്മെന്റ്സ്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് മൊത്തത്തിലൊരു അറിവുണ്ടാക്കി വെക്കുക. എന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ, ഏത് പാർട്ടിൽ വരുന്നു എന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കുക. അതിൽ തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെ നമുക്ക് ഓരോ ഫണ്ടമെന്റൽ റൈറ്റും എടുത്ത് വായിക്കുന്ന സമയത്ത് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ വ്യക്തികൾക്കും ആപ്ലിക്കബിൾ ആണ്, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇപ്പൊ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് എവറി പേഴ്സൺ, എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. എന്നാൽ നമ്മൾ ആർട്ടിക്കിൾ 15 ഉണ്ടല്ലോ, ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, അത് എല്ലാവർക്കും ഇല്ല. അപ്പൊ അത് ആർക്കും ആപ്ലിക്കബിൾ ആവുന്നത് സിറ്റിസൺസിന് മാത്രം. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാനൊരു എന്ത് തുടങ്ങി, ഒരു കട തുടങ്ങി, ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. ആ റെസ്റ്റോറന്റിന്റെ വാതിക്കയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് ചൈനീസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് കയറാൻ പാടില്ല. അപ്പൊ വെദർ ദർ ഇസ് ഡിസ്ക്രിമിനേഷൻ, അതായത് ആർട്ടിക്കിൾ 15 പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. കാര്യം എന്താണ്, ആർട്ടിക്കിൾ 15 സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ദാറ്റ് ഇസ് അവൈലബിൾ ഓൺലി ടു സിറ്റിസൺസിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത് പേഴ്സൺസിനും അവൈലബിൾ ആണ്. അപ്പൊ ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വ്യക്തികൾക്ക് ആപ്ലിക്കബിൾ ആണ്, ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ച് വേർതിരിച്ചറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ എത്ര പേര് വേണം, ഇന്ത്യയിൽ ഏത് കേസിലാണ് ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഇരുന്ന്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഏതാണ്, കേശവാനന്ദ ഭാരതി, അങ്ങനെയുള്ള കേസുകൾ അല്ലെങ്കിൽ ജുഡീഷ്യറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് പഠിച്ചു വെക്കുക. പിന്നെ ആർട്ടിക്കിൾ 13 റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, അതായത് ലോയുടെ ഡെഫിനിഷൻ,
ലോ എന്ന് പറയുന്നതിൽ കസ്റ്റം വരുന്നുണ്ടോ, എന്തൊക്കെയാണ് ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, എന്താ വോയിഡ് ആണ് എന്ന് പറയുന്നത്. ഇനി റൂൾ ഓഫ് ലോ പറയുന്നത് എവിടെയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ജുഡീഷ്യൽ റിവ്യൂയെ കുറിച്ച് പറയുന്നത് മാഡ്ബറി വേഴ്സസ് മാഡിസൺ എന്ന് പറയുന്ന കേസിലാണ്, എന്താ അമേരിക്കൻ കേസിലാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഭരണഘടനയ്ക്കകത്തുണ്ട്. അത് എവിടെയാണ് പറയുന്നത്, ആർട്ടിക്കിൾ 13 പറയുന്നത്. റൂൾ ഓഫ് ലോയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14. അങ്ങനെ കൺസെപ്റ്റുകൾ എവിടെ വരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്. ഇതൊക്കെ എന്താണ്, പലതരത്തിലുള്ള ഡോക്ട്രിൻസ്, ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ, ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡോക്ട്രിൻസ് ഉണ്ട്. അത് ഓരോ ഡോക്ട്രിനും എന്താണ്, അത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കൂടെ. പിന്നെ മനേകാ ഗാന്ധി കേസ് ആർട്ടിക്കിൾ 21 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 300A, പിന്നെ പ്രസിഡന്റിന്റെ പവേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പബ്ലിക് സർവീസ് കമ്മീഷൻ, പിന്നെ പ്രിയാമ്പിളിനെ കുറിച്ച്. പ്രിയാമ്പിൾ എത്ര വട്ടം അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു വട്ടമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഏത് അമെൻമെന്റ് ആണ്, 42nd അമെൻമെന്റ് ആണ്. അതിൽ എന്താണ് അമെൻഡ് ചെയ്ത് കൊണ്ടുവന്നത്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചു വെക്കുക. റിട്സ്, GST. അപ്പൊ ഇതിപ്പം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് ചോദിക്കും. ശരിയാണ്, നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കൂ. നമുക്കൊരു 10 ക്വസ്റ്റ്യൻസിൽ എങ്ങനെ പോയാലും 8 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റണം, അതാണ്. ഓക്കെ, അങ്ങനെ ഓരോ സബ്ജക്ട്സിലും നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാസ് ആവുന്നതാണ്. അപ്പം ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുക, നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.